ചലച്ചിത്ര നടനും സംവിധായകനുമായ പൃഥ്വിരാജും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതും എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള മുരളി ഗോപിയും ഇവർ രണ്ടുപേരും കൃത്യമായി നടത്തുന്ന പണമിടപാടുകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും ഇവർ ചെയ്തിരിക്കുന്നത് രാജ്യവിരുദ്ധ നീക്കമാണ് എന്നും പറഞ്ഞ് സംഘപരിവാറിൻ്റെ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ തുടരെയായി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നു എന്ന തരത്തിൽ ഇറാഖിൽ ഒരു പുരാതന പള്ളി, അതും വളരെ വിവാദകരമായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ള പള്ളിയിൽ അവിടെ വെച്ച് ഒരു ഒത്തുതീർപ്പ് രംഗം മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രാം ഖുറേഷിയും കബൂക്കയും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് രംഗം ചിത്രീകരിക്കുന്ന വേളയിൽ അവിടെ കുരിശ് അതിൻ്റെ ഒരു ഭാഗം കാണിക്കുമ്പോൾ അത് എൽ എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ഒരു സീനിലേക്ക് വരുന്നത് അത് കൃത്യമായും ക്രൈസ്തവരോടുള്ള അവഹേളനയാണെന്നും ദൈവപുത്രന് തെറ്റുപറ്റുമ്പോൾ ചെകുത്താൻ അവതരിക്കുന്നു എന്ന രീതിയിൽ ഉള്ള പരാമർശം അത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണെന്നും പറഞ്ഞാണ് ഇപ്പോൾ സംഘപരിവാർ കൃത്യമായും ക്രിസ്ത്യാനികളെ ഇളക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് പ്രത്യക്ഷത്തിൽ ഒരു കുത്തിത്തിരിപ്പും നടക്കുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ക്രിസ്ത്യാനികളെ കൂടി ഈ പ്രക്ഷുബ്ധ പരിപാടിയിലേക്ക് ഉപയോഗിക്കാം, അതുവഴി കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കാം എന്നുള്ള വിചാരമാണ് ഉള്ളത്. എന്നാൽ കൃത്യമായി തന്നെ ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാക്കളിൽ ഒരാളാണ്. ഇതിനകത്ത് 3 നിർമ്മാതാക്കളാണുള്ളത്: ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, അതുപോലെ സുഭാസ്കരൻ. ലൈക്ക പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടക്കം മുതലേ കേൾവിയുള്ളതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് പൃഥ്വിരാജിന് വിദേശ ബന്ധങ്ങൾ, ISIS ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് സംഘപരിവാർ രംഗത്ത് വരുന്നത്. മാത്രമല്ല, ആടുജീവിതം സിനിമാ ചിത്രീകരണത്തിനിടയിൽ ജോർദാനിൽ വെച്ച് കുടുങ്ങിയപ്പോൾ അവിടെ ആരുമായാണ് ബന്ധം സ്ഥാപിച്ചത് എന്നതുൾപ്പെടെ അന്വേഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അതിനകത്ത് പ്രിയദർശിനി രാംദാസ് എന്ന മഞ്ജു വാര്യർ അവതരിപ്പിച്ച ശക്തമായ കഥാപാത്രം NIA നടപടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഈ രാജ്യത്ത് ആരൊക്കെ കൃത്യമായും സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുക, അവർക്കെതിരെ വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് NIA ദുരുപയോഗം ചെയ്യുന്നത് എന്നത് വളരെ സ്പഷ്ടമായി ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ തുറന്നു കാണിക്കുന്നത് ഈ രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്താനും ഈ രാജ്യത്തുള്ള അന്വേഷണ സംഘങ്ങളെ അവരെ നിർവീര്യമാക്കാനും മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്. ഇത് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യമാണ്. ഈ സിനിമയിൽ എത്രയൊക്കെ കട്ട് വന്നാലും ഈ സിനിമയിലെ ബാക്കി ഭാഗങ്ങൾ കൃത്യമായും ദേശവിരുദ്ധതയെ സൂചിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് സംഘപരിവാർ വീണ്ടും അവർ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. സ്വാഭാവികമാണ്. കാരണം ഗുജറാത്ത് കൂട്ടക്കൊല, ആ സംഭവ വികാസങ്ങൾ മതേതര ഭാരതത്തിൽ ഒരു മുറിവായി എന്നും കിടക്കും എന്നുള്ളത് കൊണ്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലോ അല്ലെങ്കിൽ നല്ല നിമിഷങ്ങളിലൊന്നുമോ സംഘപരിവാറിന് യാതൊരു പങ്കുമില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ വ്യക്തമായ ആരോപണം കൂടി വ്യക്തമാക്കുകയാണ്. ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ ശരിതെറ്റുകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യത കൂടി ഈ ചിത്രം വ്യക്തമായി വരച്ചു വെക്കുകയാണ്. അതാണ് പ്രിയദർശിനി രാംദാസിൻ്റെ കഥാപാത്രം സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്ന ആളുകളും BJP കൂടുതൽ സംസ്ഥാനങ്ങൾ പിടിച്ചടക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപകടകരമാകുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളത് എമ്പുരാനിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. അതൊരു പരോക്ഷ രീതിയിൽ തന്നെ മറ്റ് പേരുകളിൽ പറയുമ്പോൾ BJPക്ക് കൊള്ളുകയാണ്.